ഹായ് ഓൾ, ടെക് ബീം മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പ്ലേറൈറ്റിൻ്റെ പ്രോജക്റ്റ് സ്ട്രക്ചറും അതിനകത്തുള്ള മെയിൻ ഫയൽസുമാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം npm init playwright@latest കമാൻഡ് റൺ ചെയ്തപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റാണിത്. ഇനി നമുക്ക് ഇത് ഒരു IDEയിൽ ഓപ്പൺ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും അതാണ്. പക്ഷേ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യാനോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കമൻറ്റ് ആഡ് ചെയ്യുക. ഇനി നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാം. ഓപ്പണായി. ഇനി നമുക്കതിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യണം. ആ പ്രോജക്റ്റിൻ്റെ ഫോൾഡർ അത് ഡെസ്ക്ടോപ്പിലാണുള്ളത്. സാമ്പിൾ പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഞാനത് ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് കാണാം നമ്മുടെ പ്രോജക്റ്റ് ഇതിൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫോൾഡറും ഫയൽസുമായിട്ട് പോകാം. ഫസ്റ്റ് വൺ ടെസ്റ്റ് ഫോൾഡറാണ്. അത് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോൾഡറാണ്. നമ്മുടെ എല്ലാ ടെസ്റ്റ് ഫയൽസും നമ്മൾ ഇതിലാണ് ആഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു example.spec.ts ഫയൽ വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പം ഇത് അവർ എക്സാമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഫയലാണ്. 2 സാമ്പിൾ ടെസ്റ്റ് കേസും അതിൻ്റെ അസേർഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ച് ബിഗിനേഴ്സിന് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. സ്പെക് മീൻസ് സ്പെസിഫിക്കേഷൻ എന്നാണ്. .ts നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് വന്നത്. നെക്സ്റ്റ് വൺ gitignore ഫയലാണ്. gitignore ഫയലിൽ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഫോൾഡേഴ്സും ഫയൽസുമാണ് ആഡ് ചെയ്യേണ്ടത്. അവർ ഓട്ടോമാറ്റിക്കലി നോഡ് മൊഡ്യൂൾസ്, ടെസ്റ്റ് റിസൾട്ട്, പ്ലേറൈറ്റ് റിപ്പോർട്ട് അങ്ങനെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട, നമ്മൾ പുഷ് ചെയ്യുമ്പോൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഫോൾഡേഴ്സും ഫയൽസും ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ package.json ആണ്. package.json ഓൾഡ് ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും ന്യൂ ഡിപ്പെൻഡൻസീസ് ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. പ്ലേറൈറ്റിൻ്റെ ഡിപ്പെൻഡൻസി ഓൾറെഡി ഉണ്ട്. പിന്നെ അതിനകത്തൊരു സ്ക്രിപ്റ്റ്സ് ഉണ്ട്. ലിൻഡിങ്ങോ ടെസ്റ്റിങ്ങോ സ്ക്രിപ്റ്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ നമ്മുടെ പ്ലേറൈറ്റ് കോൺഫിഗറേഷൻ ഫയലാണ്. ഇതൊരു ഹാർട്ട് ആണെന്ന് തന്നെ പറയാം. അത്ര മെയിനായിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ഫയലാണ്. നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ ബ്രൗസേഴ്സ്, വ്യൂ പോർട്ട് സൈസ്, റീഡ് ട്രൈസ്, ടൈം ഔട്ട്, ബേസ് URLs, റിപ്പോർട്ട്സ്, സ്ക്രീൻഷോട്ട്, വീഡിയോസ്, പാരലൽ എക്സിക്യൂഷൻ അങ്ങനെ എല്ലാവിധ സെറ്റിങ്സും എൻവയോൺമെൻറ്റ്സും എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ പ്ലേറൈറ്റിൻ്റെ കോൺഫിഗറേഷൻ ഫയലിലാണ്. നമുക്കിപ്പോൾ ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ലോലി നമുക്ക് ഓരോ പ്രോജക്റ്റിന് വേണ്ടുന്നതനുസരിച്ച് നമുക്ക് ഓരോ ചേഞ്ചസ് വരുത്തി നമുക്ക് ഇതിൻ്റെ ഈ ഓരോന്നും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഫോൾഡറിലേക്ക് പോകാം. ടെസ്റ്റ് റിസൾട്ട്സ് ഫോൾഡർ, അതിനകത്ത് മെയിനായിട്ട് ടെസ്റ്റ് റൺ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാക്കുന്ന റോ ഡേറ്റയാണ്. ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യും. ഡീബഗിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണിത്. ഇനി നെക്സ്റ്റ് ഉള്ളത് പ്ലേറൈറ്റിൻ്റെ റിപ്പോർട്ടാണ്. പ്ലേറൈറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഫോൾഡറാണ്. അതിനകത്തൊരു HTML റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യും. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് IDEയിൽ npx പ്ലേറൈറ്റ് ഷോ റിപ്പോർട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ആ റിപ്പോർട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാം പാസ്റ്റ്, ഫെയിൽഡ്, എല്ലാ ഡീറ്റെയിൽസും, അതിൻ്റെ ലോഗ്സ്, ടൈം, ടോട്ടൽ ടൈം എല്ലാം കാണാം. ഇത് ഞാനൊരു ടെസ്റ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്തതാണ്. അതിൻ്റെ മേളിൽ അതിൻ്റെ ബ്രൗസർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, ഓരോ സ്റ്റെപ്പും കാണിക്കുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ സ്പെസിഫിക് ടൈമും കാണിക്കുന്നുണ്ട്. വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. പിന്നെയുള്ളത് നമുക്ക് നോട്ട് മൊഡ്യൂളാണ്. npm ക്രിയേറ്റ് ചെയ്തൊരു ഫോൾഡറാണ്. എല്ലാ ലൈബ്രറീസും നോട്ട് മൊഡ്യൂൾസ് ആണ് മാനേജ് ചെയ്യുന്നത്. നമ്മൾ മാനുവലായിട്ട് ഒരു എഡിറ്റും നോട്ട് മൊഡ്യൂൾസിൽ ചെയ്യരുത്. ഇനി നെക്സ്റ്റ് വൺ ആൻഡ് ഫൈനൽ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിറ്റ്ഹബിൻ്റെ ഒരു വർക്ക് ഫ്ലോ ഫയലാണ്. ഇത് ഡീഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മളിപ്പോൾ ഒരു കോഡ് പുഷ് ചെയ്യുമ്പം റൺ ചെയ്യേണ്ട പൈപ്പ്ലൈൻ ജോബ്സ് ആണ് അവരത് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു വീഡിയോയിലുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലേറൈറ്റിൻ്റെ പ്രോജക്റ്റ് സ്ട്രക്ചർ പൂർണ്ണമായി മനസ്സിലാക്കി കാണുമെന്ന്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കൊരു കസ്റ്റം ടെസ്റ്റ് എഴുതാം. I hope you like this video. Please like, share and subscribe. Thank you for watching.